ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സ്നേഹതി ആഞ്ചലോ. സോ ഗൈസ്, ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നതിന് കാരണം ഒരു കുട്ടി സബ്സ്ക്രൈബറാണ്. ആൾ എന്നോട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു ചോദിച്ചു, ചേച്ചി ഹൗ ടു ഡു അവർ റൂം എസ്തെറ്റിക്കലി. ആള് മാത്രമല്ല, ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ യൂട്യൂബ് ചാനലിൽ. സോ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. കാരണം ഞാനും എന്റെ റൂമിൽ നിന്ന് സെറ്റപ്പ് ആക്കുവാണ്. ഈ റൂം ഡെക്കറേഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഓൺലൈനായിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. പക്ഷെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് എപ്പോഴും ബെറ്റർ. ഈ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുന്ന സാധനങ്ങൾ ഒരു 6-7 മാസം കഴിയുമ്പോൾ നമുക്കത് മടുത്തു പോകും. വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി തോന്നും, വേറെ എന്തെങ്കിലും സാധനം പിന്നെയും പിന്നെയും വാങ്ങാൻ വേണ്ടി തോന്നും. നിങ്ങൾക്ക് പെയിന്റ് ചെയ്യാൻ അറിയെങ്കിലോ അല്ലെങ്കിൽ പെൻസിൽ ഡ്രോയിങ് ചെറുതായിട്ട് ചെയ്യാൻ അറിയെങ്കിലോ അത് മതി. നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യം. എന്നാൽ പിന്നെ നമുക്ക് അങ്ങ് തുടങ്ങാല്ലേ. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് ഒരു കോട്ട് ഷെയർ ചെയ്യാനാണ് തോന്നുന്നത്. യുവർ ഹോം ഷുഡ് ടെൽ ദ സ്റ്റോറി ഓഫ് ഹൂ യു ആർ ആൻഡ് ബി എ കളക്ഷൻ ഓഫ് വാട്ട് യു ലവ്. അതായത് നമ്മുടെ മുറി നമ്മൾ ആരാണെന്ന് പറയുന്ന ഒന്നായിരിക്കണം, ഒപ്പം നമ്മൾ സ്നേഹിക്കുന്ന കാര്യങ്ങളുടെ ഒരു ശേഖരവും. എന്റെ ഈ ടേബിൾ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ അയ്യേ എന്നൊന്നും വിചാരിക്കണ്ട, പ്ലാനിങ്ങിലാണ്. ഇത് ഏതൊരു മേക്ക് ഓവറിന്റെയും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന പ്ലാനിങ് ആണല്ലോ. കേരളത്തിലേക്ക് 1-2 മഴയൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ മുംബൈയിൽ ഇപ്പോഴും നല്ല ചൂട് തന്നെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു മഴ പോലും പെയ്തിട്ടില്ല ഇവിടെ. നമ്മൾ 22nd ഫ്ലോർ ആയതുകൊണ്ട് നല്ല ചൂട് അകത്തേക്കും വരും. വിൻഡോയിൽ ഈ പച്ച ഷീറ്റ് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന അകത്തേക്ക് വരുന്ന ചൂട് ഒരു പരിധി വരെ തടയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ നല്ല ലൈറ്റിന്റെ ആവശ്യമുള്ളതുകൊണ്ട് ഞാനത് തൽക്കാലത്തേക്ക് പറിച്ചു കളഞ്ഞു. ഈ ചൂടിന് കാര്യമായി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ആശ നല്ല ഉറക്കത്തിലാണ്. ഇനി കാര്യത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ റൂം ഡെക്കോർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കളർ തീം അല്ലെങ്കിൽ ഒരു പാലറ്റ് മനസ്സിൽ വിചാരിക്കുന്നത് നല്ലതായിരിക്കും. സോ ഞാൻ ഇവിടെ പേസ്റ്റൽ പിങ്ക്, ലൈറ്റ് യെല്ലോ, ബ്ലൂ ഷെയ്ഡ്സ് ഒക്കെയാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് റൂമിന് ഒരു എസ്തെറ്റിക് വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വലിയ ചെലവൊന്നുമില്ലാതെ ഒരു റൂം എങ്ങനെ സെറ്റ് ആക്കാമെന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. രാവിലെ മുതൽ പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണെങ്കിലും ഉച്ചയായപ്പോഴാണ് കാര്യങ്ങളോട് അടുത്തത്. ചോറ് കഴിച്ചിട്ടും വയറങ്ങ് ഫില്ല് ചെയ്യാത്ത പോലെ തോന്നി. സമയം കളയാതെ ഓടിപ്പോയി ഒരു ബോയിൽഡ് എഗ്ഗും ഒരു ആപ്പിൾ ഷേക്കും ഒക്കെ ഉണ്ടാക്കി. ചൂടുകാലത്ത് ഒരു ആപ്പിൾ ഷേക്ക് കുടിക്കുന്നത് വളരെ ആശ്വാസമാണ്. ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വലിയ പെയിന്റിങ്ങുകളൊന്നും ചെയ്യാൻ അറിയണമെന്നൊന്നുമില്ല. ചെറുതായിട്ടാണെങ്കിലും പെയിന്റിലും ഒക്കെ ഒന്ന് ചെയ്യാൻ അറിയുന്നവർക്ക് വളരെ ഈസിയാണ്. ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളതും അങ്ങനെയുള്ളതൊന്നാണ്. ഇതൊക്കെ ഇൻസ്റ്റഗ്രാം, പിൻട്രസ്റ്റ് റെഫറൻസ് വഴി കിട്ടിയതാണ്. ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം, ഒരുപാട് റൂം ഡെക്കോസിന്റെ ഡിസൈൻസ് ഒക്കെ കാണാൻ പറ്റും. വെറുതെ ഒന്ന് റൂം ഡെക്കോർ ഐഡിയാസ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ മതി. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാൻവാസ് ഷീറ്റിൽ ആക്രിലിക് കളേഴ്സ് മാത്രമല്ല വാട്ടർ കളേഴ്സും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കി. ഞാൻ പറഞ്ഞ പേസ്റ്റൽ ഷെയ്ഡ്സ് ഇത് ഞാൻ ടാഗ് ചെയ്തേക്കാം, പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ. ഇത് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. പിന്നെ ഇതേപോലെ ഒരു കുഞ്ഞു ക്യാൻവാസ് റോളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസ് ഒക്കെ ആക്കിയിട്ട് എടുക്കാം. ഈ ക്യാൻവാസ് റോളിന് ആകെ 200 രൂപയും കണ്ടേ ഉള്ളൂ. ഇത് ഞാനൊരു തെർമോകോള് പോലെയുള്ള ഒരു ബോർഡ് ചെറിയ ബോർഡുകളാക്കി എടുത്താണ്. ഇങ്ങനെ ചെറിയ ചെറിയ ബോർഡ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂമിൽ ചെറിയ സ്പേസിൽ പോലും പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഇതിന്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആ ക്യാൻവാസ് ഷീറ്റ് ഇതിന്റെ പൊക്കത്തേക്ക് അങ്ങ് ഒട്ടിക്കുക. ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റി. കാരണം ഈ ഫെവിക്കോള് തെർമോകോളിന്റെ മുകളിൽ ഒഴിച്ചിട്ട് വേണം പരത്താൻ. പക്ഷെ ഞാൻ ചെയ്ത് നേരെ ക്യാൻവാസ് ഷീറ്റിന് മുകളിലേക്ക് ഒഴിച്ചു, എന്നിട്ട് പരത്തി. ഒട്ടിച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ പപ്പടം പരത്തിയ പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതെല്ലാം നേരെ പറിച്ച് വീണ്ടും മാറ്റി ഒട്ടിച്ചു. നിങ്ങളോട് പറഞ്ഞില്ലേ, സിമ്പിൾ ആയിട്ടുള്ള ഡ്രോയിങ്സ് ആ ചെയ്തിരുന്നു. ഒരു സ്റ്റാർ ഫിഷ്, ക്യൂട്ട് ആയിട്ടുള്ള ബണ്ണി, സ്ട്രോബെറി, പിന്നെ ഒരു ആപ്പിള്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പെയിന്റിങ്സ് എല്ലാം നല്ല ഭംഗിയായിട്ട് വാളിലേക്ക് അറേഞ്ച് ചെയ്യും. വാളിൽ ഓൾറെഡി ഉള്ള സാധനം ഇളക്കി മാറ്റും. ഇതേ ഒരു സിമ്പിൾ ടിപ്പ്. ഇത് ഒട്ടിക്കാൻ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഡബിൾ സൈഡ് ടേപ്പാണ്. ഇതാകുമ്പോൾ ചുമലിലെ പെയിന്റ് ഇളകി പോകുന്നൊന്നും പേടി വേണ്ട. നമുക്ക് എപ്പോ വേണമെങ്കിലും ഇതിന്റെയൊക്കെ പൊസിഷൻ മാറ്റുകയും ചെയ്യാം. നമ്മൾ ഒട്ടിച്ച ബോർഡിന്റെ പൊസിഷൻസ് ഒക്കെ നമുക്ക് മാറ്റാനും പറ്റും. ഈസി ആയിട്ട് അങ്ങ് പറിച്ചു എടുക്കാം. ആക്ച്വലി ഞാൻ ഇവിടെ ഒരു ചെറിയ ഗാലറി വാൾ തീമാണ് ഉദ്ദേശിക്കുന്നത്. ഈ ചെറിയ ഫ്രെയിംസിന്റെ കൂടെ ഓൾറെഡി പണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് വലിയ ഫ്രെയിംസും കൂടെ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാൻ. എവരി ക്യാൻവാസ് ഇസ് എ ജേർണി ഓൾ ഇറ്റ്സ് ഓൺ, അങ്ങനെയൊക്കെയല്ലേ പറയാറ്. ഒട്ടിക്കുന്ന സമയത്ത് ഇതൊക്കെ ശരിയായി വരുമോ, രസം ഉണ്ടാവുമോ എന്നൊക്കെ എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ആദ്യത്തെ ആ സെറ്റപ്പ് ഒക്കെ അങ്ങ് വലിച്ചു പറിച്ച് കളഞ്ഞപ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ കയ്യിലുള്ള നേരത്തെ ചെയ്തു വെച്ച കുറച്ച് ഫ്രെയിംസ് ആണ്. സംഭവമൊക്കെ അങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തു. സമയം രാത്രി 7 മണി ആയിട്ടുണ്ട്. നമ്മൾ ചെറുതാണെങ്കിലും പെയിന്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കാൻ കുറച്ച് പണിയാണ്. അപ്പൊ നാളെ കാണാം. അപ്പൊ ഇതാണ് എന്റെ റൂമിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇന്നലെ വെളിച്ചമൊന്നും ഇല്ലായിരുന്നു, നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ളപ്പോൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ചെറിയതും വലുതും എല്ലാ പെയിന്റിങ്സും വാളിൽ ഇങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ റൂമിന് ഒരു ഫുള്ള് പോസിറ്റീവ് വൈബ് കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നു. തോന്നല് മാത്രമല്ല, എവിടേക്കും ഉണ്ട്. യുവർ റൂം ഷുഡ് ടെൽ ദ സ്റ്റോറി ഓഫ് ഹൂ യു ആർ. ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞ ആ കോഡ്സ് നിങ്ങൾക്ക് ഓർമ്മയില്ല. എന്റെ കാര്യത്തിൽ ഈ പെയിന്റിങ്സ് തന്നെയാണ് എന്റെ കഥ പറയുന്നത്. പിന്നെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പെയിന്റിങ്സ് ഒക്കെ വയ്ക്കുമ്പോൾ അതിന്റെ സൈഡിലായിട്ട് ഒരു വാം ലൈറ്റോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ടേബിൾ ലാമ്പൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് അടിപൊളിയായിരിക്കും കാണാൻ. ഇവിടെ ചെറുതായിട്ട് ഒരു വാം ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ചെലവൊന്നും ഇല്ലാതെ അങ്ങനെ എന്റെ റൂം സെറ്റ് ആയിട്ടുണ്ട്. എന്റെ കുഞ്ഞു സബ്സ്ക്രൈബേഴ്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കമന്റ് സബ്സ്ക്രൈബും ചെയ്യാൻ വേണ്ടി മറക്കണ്ട.